കെ സുധാകരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് മുല്ലപ്പള്ളിയുടെ കത്ത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണ തേടി ചെന്നിത്തലയുമായി അടൂർ പ്രകാശിന്റെയും ബെന്നി ബെഹനാന്റെയും കൂടിക്കാഴ്ചകൾ. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് ഇനി മതിയാകുമോ എന്ന ചോദ്യത്തിനപ്പുറം സതീശനോടുള്ള അതൃപ്തിയിലാണ് നേതാക്കൾ. ശശി തരൂരിലും തീരാത്ത തർക്കം തുടരുന്നു. തമ്മിലടി അവസാനിക്കാതെ കോൺഗ്രസ്. ഒപ്പം വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണയുമായി ഹൈക്കോടതി. ടൗൺഷിപ്പ് നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് കോടതി. രഞ്ജി ട്രോഫിയിൽ സ്വപ്ന നേട്ടത്തിനരികെ കേരളം. ഈ മൂന്ന് വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നു ഈവനിംഗ് ഡിബേറ്റ്. ആദ്യം കോൺഗ്രസിലെ ഇന്നത്തെ ഡെവലപ്മെന്റ്സിലേക്ക് പോയാൽ തമ്മിലടി രൂക്ഷമായി തുടരുന്ന സാഹചര്യം. കെ സുധാകരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്ത് നൽകുന്നു. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ KPCC അധ്യക്ഷനാക്കണമെന്നാണ് മുല്ലപ്പള്ളിയുടെ ആവശ്യം. AICC വിളിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഇന്ന് ദില്ലിയിൽ നടക്കുകയാണ്. വൈകുന്നേരം അതിന്റെ വാർത്തകൾ അടുത്ത മണിക്കൂറുകൾ വരാനിരിക്കുന്നു. നേതൃമാറ്റം അടക്കം ചർച്ചയാകുന്നു. ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും ഒക്കെ സജീവമായി നടക്കുകയാണ്. ഈ സമയം കേരളത്തിലെ നേതാക്കൾ പല വിഷയങ്ങളും നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ സമയം തന്നെ രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും അടൂർ പ്രകാശും. കൂടിക്കാഴ്ച KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണ തേടിക്കൊണ്ടാണ്. ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പകൽ ഈ സമയം വരെയും ശശി തരൂരിനുമായി കണക്ട് ചെയ്തുള്ള തർക്കങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ അവസാനിക്കുന്നില്ല. ശശി തരൂരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് മാത്രം ജനനേതാവാകില്ല. തരൂർ കൂടുതൽ സമയം വിദേശത്താണെന്നും കേരളത്തിൽ സജീവമാകണമെങ്കിൽ കേരളത്തിൽ നിൽക്കണമെന്നും PJ കുര്യൻ പറയുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അത് ഒരു വിവാദമാക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനോ ഞാൻ തയ്യാറാണ്. അന്ന് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അത് UN നിന്ന് വിട്ടു വന്ന സന്ദർഭത്തിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തോട് പാർട്ടി ചേരണമെന്നും ഞാനന്ന് പാലക്കാടാണ് സജസ്റ്റ് ചെയ്തത്, പാലക്കാട് നിൽക്കണമെന്നും ഒക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞെന്നുള്ളത് സത്യമാണ്. അത് ശരിയാണ്. അത് അദ്ദേഹം പറഞ്ഞ കാര്യം 100% ശരിയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിരം സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതൊക്കെ അതുകൊണ്ടല്ലേ. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ശശി തരൂരിന്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല. ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണം, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. ഞാനിപ്പോൾ തുറന്ന് പറയും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു ഇന്ത്യയിലില്ലേ. പുസ്തകം വായിക്കുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്തിനാ അതിന് വേറെ രൂപത്തിൽ തെറ്റിദ്ധരിക? ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ പ്രഭാഷണം നടത്തും, പുസ്തകം വായിക്കും, അതൊക്കെയല്ലേ പറയുന്നത്. അതൊന്നും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. എന്തിനാ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ കഷായം കുളിപ്പിക്കുന്ന പോലെ എന്തിനാ ആക്കുക? സ്വാഭാവികമായിട്ട് ഈ യോഗത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഒരു ഏകീകൃത രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉദ്ദേശം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നല്ല തീരുമാനങ്ങളുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കറിയില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. നിലവിൽ പ്രസിഡന്റിനെ മാറ്റേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ട് ഒരു അഴിച്ചുപണി പാർട്ടിയിൽ നടത്തണം എന്നുള്ള അഭിപ്രായമാണ് അന്നും ഇന്നും എനിക്കുള്ളത്. പക്ഷേ എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുത്താലും ആ തീരുമാനം ഞാൻ അംഗീകരിക്കും. AICC വിളിച്ച യോഗം അടുത്ത മണിക്കൂറുകളിൽ ആരംഭിക്കാനിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഈ നേതാക്കളുടെ പ്രതികരണം. AICC വിളിച്ച യോഗത്തിൽ മുല്ലപ്പള്ളിയും K മുരളീധരനും അടക്കം പങ്കെടുക്കുന്നില്ല എന്നതൊക്കെയുണ്ട്. സിബിയാണ് ഇന്നത്തെ ഡെവലപ്മെന്റ്സ് തരാൻ ദില്ലിയിൽ നിന്ന് ഉള്ളത്. സിബി,
അടി തീർക്കാൻ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് നേതാക്കളെ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങൾ വേണം എന്നത് അടക്കമുള്ള ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിലെ നില വിഭിന്നമാണ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ ആ തർക്കം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വിഷയത്തിലോ രണ്ട് വിഷയത്തിലോ ഒന്നുമല്ല, പല തരത്തിലുള്ള തർക്കങ്ങളുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നു. അതിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ വിരളമാണ്. എങ്കിൽ കൂടി ഈ ചർച്ചയിലുള്ള പ്രതീക്ഷ എന്താണ്? അന്ന, എന്തായാലും അടിതീർക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത കേരളത്തിലെ നേതാക്കൾ ഈ കേരള ഹൗസിൽ തന്നെ ഈ എത്രത്തോളം അവരുടെ ഉള്ളിൽ അടിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായ പ്രതികരണങ്ങൾ എല്ലാ നേതാക്കന്മാരും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളെല്ലാം ഐക്യത്തിലാണെന്ന് പറയുമ്പോഴും അവരുടെ അഭിപ്രായങ്ങളെല്ലാം നിലയും വ്യത്യസ്തമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സംസ്ഥാന നേതൃത്വ പദവി കാര്യത്തിലായാലും പുനഃസംഘടന കാര്യത്തിലായാലും KPCC അധ്യക്ഷനെ മാറ്റുന്ന കാര്യത്തിലായാലും ശശി തരൂരിൻ്റെ വിഷയത്തിലായാലും എല്ലാം തന്നെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വിവിധ നേതാക്കൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹം ഈ ദില്ലിയിൽ യോഗത്തിനില്ല എന്ന് അദ്ദേഹം പറയുകയും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായി പറയുന്നത് KPCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റുന്നതിൽ എതിർപ്പില്ല, പക്ഷേ എല്ലാവർക്കും സമ്മതമുള്ള അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതാവിനെ KPCC അധ്യക്ഷനാക്കണം, ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നുള്ളതായിരുന്നു. എന്തായാലും K സുധാകരനെ മാറ്റണമെന്ന ആവശ്യം മുല്ലപ്പള്ളി മുന്നിട്ട് വയ്ക്കുന്നു. എന്നാൽ K മുരളീധരൻ പറയുന്നത് അവിടെ K സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷേ അവിടെ ഒരു സംഘടനയിൽ പുനഃസംഘടന ആവശ്യമുണ്ട്, മറ്റുള്ള ഇടങ്ങളിൽ പുനഃസംഘടന ആവശ്യമുണ്ട് എന്ന് K മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരു നല്ലൊരു തീരുമാനം, ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ദില്ലിയിലെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. VM സുധീരൻ അദ്ദേഹം പറയുന്നത് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു യോഗം വിളിച്ചു ചേർത്തതിന് ഏറ്റവും അഭിനന്ദനാർഹമാണ്, ഏറ്റവും ഉചിതമായ സമയത്താണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതും മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടെ കേൾക്കാൻ ഒരു സൗമനസ്യം കാണിച്ചത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് VM സുധീരൻ പറയുന്നു. എന്നാൽ തരൂരിൻ്റെ വിഷയത്തിലേക്ക് പോകുമ്പോൾ തരൂരിനെതിരെ വളരെയധികം ആഞ്ഞടിക്കുകയാണ് ഇതിൽ ഈ PJ കുര്യനായാലും അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയായാലും അതോടൊപ്പം തന്നെ വനിതാമുഖമായ മറ്റൊരു ജെബി മെത്രായാലും പറയുന്നത് ശശി തരൂരിൻ്റെ ഈ ഒരു പ്രസ്താവനയെ വളരെയധികം വിമർശിക്കുന്നു. അവർ മാത്രമല്ല ശശി തരൂർ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അറിയാൻ അദ്ദേഹം മണ്ഡലത്തിൽ നിൽക്കണം, അല്ലാതെ അദ്ദേഹം വിദേശത്ത് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ പൾസ് അദ്ദേഹത്തിന് അറിയാൻ കഴിയില്ല എന്ന് അവർ പറയുന്നു. എന്തായാലും തമിഴടി വളരെയധികം രൂക്ഷമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.